ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ. പട്ടാമ്പി സബ് റീജിയണൽ RTO ഓഫീസിൽ നിന്നും വാഹന സംബന്ധമായ രേഖകൾ ലഭ്യമാവുന്നതിൽ കാലതാമസം നേരിടുന്നതുമായി പരാതി. ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ INTUC പട്ടാമ്പി നിയോജക മണ്ഡലം ഭാരവാഹികൾ പട്ടാമ്പി ജോയിന്റ് RTOയ്ക്ക് മുന്നിൽ പരാതിയുമായി എത്തി. പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായവർക്ക് ലൈസൻസ് ഓൺലൈനിൽ അപ്ലോഡ് ആവുന്നതിനും റീടെസ്റ്റ് കഴിഞ്ഞ വാഹനങ്ങളുടെ രേഖകളും പുതിയ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള രേഖകളുമെല്ലാം ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുവാനുള്ള കാലതാമസം ഉപഭോക്താക്കളെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ടെന്നാണ് പരാതി. റീടെസ്റ്റ് കഴിഞ്ഞ വാഹനങ്ങൾ മറ്റു ജില്ലകളിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും പോകുമ്പോൾ ബന്ധപ്പെട്ട രേഖകൾ ലഭ്യമാവാത്തത് മൂലം ഫൈൻ നൽകേണ്ട സാഹചര്യമുണ്ടെന്നും മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ INTUC പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ സൂചിപ്പിച്ചു. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പട്ടാമ്പി ജോയിന്റ് RTO ഓഫീസറെ ഇവർ നേരിൽ കണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയത്. പരാതികൾ പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ജോയിന്റ് RTO നേതാക്കൾക്ക് ഉറപ്പ് നൽകി. ഡിലേ ഇല്ല. ചില ഒറ്റപ്പെട്ട കേസുകളായിരിക്കാം നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. അത് നമുക്ക് പരിഹരിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ടെസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. ഇൻസ്പെക്ടർമാരെ അടുത്ത് പറഞ്ഞിട്ട് അതിൽ നടപടി സ്വീകരിക്കാം. വാഹനം എന്താണ് പരിശോധിച്ചത് അങ്ങോട്ടുള്ള സർട്ടിഫിക്കറ്റ് റിന്യൂവലാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അതിനുശേഷം ആയാലും ആ ഫൈൻ ഒഴിവാക്കി കൊടുക്കുന്നു. ചലാൻ ഇഷ്യൂ ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ ആ ഡേറ്റിൽ വാലിഡിറ്റി ഉണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആ ഫൈൻ ഒഴിവാക്കി കൊടുക്കും. വേറെ എന്തെങ്കിലും ഫൈനായിട്ട് കൂടി ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ലൈസൻസ് കൂടെ പാസ്സായി അവര് വാഹനം ഓടിക്കുമ്പോഴും ഇതേപോലെ തന്നെ ഫൈൻ കിട്ടുകയാണെങ്കിൽ അത് ആ ഡേറ്റ് തൊട്ട് തന്നെയാവും ലൈസൻസ് ഒഴിവാക്കി കൊടുക്കാൻ കഴിയും. മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ പട്ടാമ്പി നിയോജക മണ്ഡലം പ്രസിഡന്റ് MK മുജീബ്, പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് ഉമ്മറുൽ ഫാറൂഖ്, ഓങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, കുൽക്കല്ലൂർ മണ്ഡലം പ്രസിഡന്റ് നാസർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ജോയിന്റ് RTOയിൽ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. അനുകൂലമായ നടപടിയാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഇവർ സൂചിപ്പിച്ചു. വാഹന സംബന്ധമായിട്ട് പേപ്പറുകൾ ഒരുപാട് ഡിലേ വരുന്നെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കംപ്ലൈൻറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ആ കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജോയിന്റ് RTOയുമായിട്ട് അദ്ദേഹം കൃത്യമായി കണ്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഒരു സൂപ്രണ്ടും ഒരു ക്ലർക്കും നിലവിൽ ഇവിടെ ഇല്ല, ലീവാണ്, അവർ ട്രാൻസ്ഫർ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവരില്ലാത്തതിൻ്റെ പേരിലാണ് അത് ഒരുപാട് ഡിലേ വരുന്നത്. അതുപോലെ തന്നെ റീടെസ്റ്റ് കഴിഞ്ഞ വാഹനങ്ങൾക്ക് പുതിയ ലൈസൻസ് എടുത്ത ആളുകൾക്ക് പുതിയ വാഹനങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത ആളുകൾക്ക് അടുത്ത പ്രദേശങ്ങളിൽ പാലക്കാട് മലപ്പുറം ഭാഗത്തൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് ഫൈൻ കിട്ടുന്നുണ്ട്. ആ സിസ്റ്റത്തിൽ ഈ സംഭവം ടെസ്റ്റ് നടന്നതായിട്ടോ ലൈസൻസ് കിട്ടിയതായിട്ടോ രേഖപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ കാലതാമസമുള്ളത് കൊണ്ട് ജോയിന്റ് RTO പറഞ്ഞിട്ടുള്ളത് അവരത് ഒഴിവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫൈൻ കിട്ടിയവർക്കും ടെസ്റ്റ് നടന്നിട്ട് അതിൻ്റെ സിസ്റ്റത്തിൽ വരാത്ത ആളുകൾക്ക് ഫൈൻ കിട്ടിയതൊക്കെ ഒഴിവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ജോയിന്റ് RTO രാജു സാർ പറഞ്ഞിട്ട് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ മോട്ടോർ തൊഴിലാളി മേഖലയിലെ ചില പ്രശ്നങ്ങൾ INTUC മോട്ടോർ തൊഴിലാളി മണ്ഡലം ഭാരവാഹികളായിട്ടുള്ള ഞങ്ങൾക്ക് പരാതികൾ ലഭിക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി RTOയുമായി നേരിട്ട് ഇക്കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അതിൽ നിന്ന് അദ്ദേഹം ഈ പേപ്പറുകൾ ഡിലേ വരുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാനാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കൂടുതൽ ഡിലേ വരുന്നില്ല, പക്ഷേ എങ്കിലും ഈ മോട്ടോർ തൊഴിലാളികൾ പറയുന്നത് ഡിലേ വരുന്നുണ്ടെന്നുള്ളതാണ്. അത് പരിഹരിക്കാൻ അദ്ദേഹം അവിടെ ഒരു സൂപ്രണ്ടും അതേപോലെ തന്നെ ഒരു ക്ലർക്കിൻ്റെയും കുറവുണ്ട്. ആ ഒരു കുറവ് കൊണ്ടാണ് ഇത്തരം ഡിലേ വരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അതും കൂടെ പരിഹരിച്ചു കഴിഞ്ഞാൽ ഈ ഡിലേ ഒഴിവാക്കി കിട്ടും എന്നുള്ള പറഞ്ഞത്.